ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിലെ 1ാം പാദവാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ അഥവാ ഇന്ന് നടന്ന സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസറുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. എക്സാം എല്ലാവർക്കും ഈസി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 1 മുതൽ 5 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1. അർദ്ധശാസ്ത്രം എഴുതിയതാര്? ബിംബസാരൻ, മെക്സ്തനീസ്, ചന്ദ്രഗുപ്ത മൗര്യൻ, കൗടില്യൻ. ആരായിരുന്നു? കൗടില്യനാണ് ശരിയായ ഉത്തരം. ഇതാണ് കൗടില്യനാണ് ശരിയായ ഉത്തരം. ഇംഗ്ലണ്ടിലെ മധ്യശിലായുഗ കേന്ദ്രം ഏത് എന്നാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അലിഗോഷ്, സ്റ്റാർഗാർ, ഷോവെ, ജോർമെ. ഏതായിരുന്നു ഉത്തരം? സ്റ്റാർഗാർ എന്നതായിരുന്നു ശരിയായ ഉത്തരം. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം പട്ടികയിൽ ഉൾപ്പെട്ട വിവിധ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. വിദേശകാര്യം, പ്രതിരോധം തുടങ്ങിയവ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. റെയിൽവേ, പോലീസ് തുടങ്ങിയവ സമവർത്തി ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കൃഷി, ജയിൽ തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയവ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതായിരുന്നു? മൂന്നാമത്തേത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അഥവാ കൃഷി, ജയിൽ തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നതിൻ്റെ ഈ ഓപ്ഷൻ. ഓക്കെ, അഥവാ 1ാമത്തെയും 3ാമത്തെയുമാണ് ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 4 ഉത്തരാഖണ്ഡ് ഹിമാലയം ഏതൊക്കെ നദികൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സിന്ധു, സത്ലജ്, കാളി, തീസ്റ്റ, ബ്രഹ്മപുത്ര. ഏതായിരുന്നു? സത്ലജ്, കാളി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ബരാലച്ച എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി 6 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. ഉത്തരേന്ത്യൻ സമതലത്തിലെ ബാബർ മേഖലയിലെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? സിവാലിക് പർവ്വതനിരയുടെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ്. ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതി ഇടുങ്ങിയ ഭാഗമാണ്. പർവ്വത ഭാഗത്ത് നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻകല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ട് അവിടെ സമതല ഭാഗം രൂപം കൊണ്ടിട്ടുണ്ട്. നദികളൊന്നും ഈ ഭാഗത്ത് ദൃശ്യമാകുന്നില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത്. ഇനി പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കാനാണ്. ഇവിടെ ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതി, അതിന് പറയുന്നത് എന്താണ്? പ്രയോജനപ്പെടുത്തൽ എന്നുള്ളതാണ്. ഓക്കെ, ഇനി രൂപമാറ്റം വരുത്തൽ എന്താണ്? ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ്. ഇനി ഇതിൽ സി ആയിട്ട് ഉത്തരം വരുന്നത് ക്രമവൽക്കരണം എന്നുള്ളതാണ്. അതിനാണ് ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പ്രയോജനപ്പെടുത്തൽ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതി, ഓപ്ഷൻ സി വരുന്നത് ക്രമവൽക്കരണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ 3 സവിശേഷതകൾ എഴുതാനാണ് പറയുന്നത്. നമ്മൾ മോഡൽ പേപ്പർ പറഞ്ഞപ്പോഴും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതുഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഫെഡറൽ സംവിധാനം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. ഇതൊക്കെയാണ്. ഇത്തരത്തിലായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ഇനി ബുദ്ധമത സ്തൂപങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്തൊക്കെയായിരുന്നു? ബുദ്ധമത സ്തൂപങ്ങൾ കാണപ്പെടുന്നത് സാഞ്ചി, സാരനാഥ് എന്നിവിടങ്ങളിലാണ്. കൊത്തുപടികളാൽ സമ്പന്നമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. 10 ചുവടെ നൽകിയിരിക്കുന്ന പേരുകൾ ഏതെല്ലാം ഹിമാലയ നിരകളെ സൂചിപ്പിക്കുന്നു? 1 ഔട്ടർ ഹിമാലയം സിവാലിക് നിരയാണ്. അടുത്തത് ഗ്രേറ്റർ ഹിമാലയം ഹിമാദ്രി ഭാഗങ്ങളാണ്. ലെസ്സർ ഹിമാലയം എന്ന് പറയുന്നത് ഹിമാചലാണ്. ഓക്കെ, അപ്പോൾ 1ാമത്തേത് സിവാലിക് നിര, 2ാമത്തേത് ഹിമാദ്രി, 3ാമത്തേത് ഹിമാചൽ. ഇനി 11 മാനവ വിഭവശേഷിയെ കൂടുതൽ കാര്യക്ഷമമുള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉന്നത വിദ്യാഭ്യാസം, ഉചിതമായ പരിശീലനം, ആരോഗ്യ പരിരക്ഷ. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഉന്നത വിദ്യാഭ്യാസം, ഉചിതമായ പരിശീലനം, ആരോഗ്യ പരിരക്ഷ. ഇനി 12 നോക്കൂ. ചിത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഫലകാതിരുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ എ നോക്കൂ. എ എന്ന് പറയുന്നത് സംയോജക ശില, ബി എന്ന് പറയുന്നത് വിയോജക ശില, ഡി എന്ന് പറയുന്നത്
സി എന്ന് പറയുന്നത് ഛേദകശില. ഓക്കെ, സംയോജകശില, വിയോജകശില, ഛേദകശില. ഇനി പഞ്ചാബ് ഹരിയാന സമതലത്തിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും 3 ദ്വീപുകളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? സിന്ധ് സാഗർ ദ്വീപ്, ചാജ് സോപ്പ്, രചന ദ്വീപ്, ബാരി ദ്വീപ്, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ബിസ്ത്, ജലന്ധർ ദ്വീപ്, ഇതൊക്കെയാണ്. ഇതിലേതെങ്കിലും 3 നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അടുത്തത് 14ാമത്തെ ചോദ്യമാണ്. സപ്താംഗ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായത് ആൻസർ മാത്രം നമ്മൾ വായിച്ചു പോവാം. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ, മിത്രം സൗഹൃദ രാജ്യങ്ങൾ എന്നത്. അതുപോലെ തന്നെ ജനപദം, ഭൂമേഖലയും ജനങ്ങളും എന്നുള്ളത്. അടുത്തത് ദുർഗം, കോട്ട കെട്ടി സംരക്ഷിക്കുന്ന സ്ഥലം. ഇതൊക്കെയാണ് ശരിയായിട്ടുള്ളത്. അഥവാ ഓപ്ഷൻ എ, ഓപ്ഷൻ സി, അതുപോലെ തന്നെ ഓപ്ഷൻ ഇ. ഈ 3 ശരിയായ ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. ഇനി 15 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 1 സ്കോർ വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടം ഏത് മൺസൂൺ കാറ്റുകളെ സൂചിപ്പിക്കുന്നു? ഈ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി വിശദമാക്കാൻ. ഇതേതാണ്? മൺസൂൺ കാറ്റുകൾ. ഏത് മൺസൂൺ ആയിരുന്നു? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെയാണ്. ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നിങ്ങനെ 2 ശാഖകളായി ഇന്ത്യയിൽ പ്രവേശിക്കുന്നു. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ഉപശാഖകളായി പിരിയുന്നുണ്ട്. ഇത് അമരാവതി പർവ്വത നിരക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ചുവടെ നൽകിയിരിക്കുന്ന പ്രതിഫലങ്ങളെ അടിസ്ഥാനമാക്കി അവയുടെ ഉൽപ്പാദകർ ഏതെന്ന് എഴുതുക. പാട്ടം എന്താണ്? പാട്ടം എന്ന് പറയുന്നത് ഭൂമിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ ഭൂമിയാണ് ഉത്തരമായിട്ട് വരുന്നത്. വേതനം എന്ന് പറയുന്നത് അധ്വാനത്തിന് കിട്ടുന്നതാണ്. ഇനി പലിശ എന്ന് പറയുന്നത് മൂലധനത്തിന് കിട്ടുന്നതാണ്. ഇനി അടുത്തത് ലാഭം എന്ന് പറയുന്നത് ഒരു സംരംഭത്തിന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്തത് 17ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന ഭൂപടം നിരീക്ഷിച്ചിട്ട് ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എ, ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും 2 പർവ്വത നിരകളുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? കാരക്കോരം, ലഡാക്ക്, ഇതൊക്കെയാണ് 2 പർവ്വത നിരകൾ എന്ന് പറയുന്നത്. ഇനി പൂർവാഞ്ചലിൽ ഉൾപ്പെടുന്ന പ്രധാന കുന്നുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ കുന്നുകളായിരുന്നു? ഗാരോ, ഖാസി, ജയന്തിയ, മിസോ കുന്നുകൾ, നാഗ കുന്നുകൾ, അതുപോലെ തന്നെ പട്കായമ്പ്, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2ഓ 3ഓ നിങ്ങൾ എഴുതിയാൽ മതി. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഏതെങ്കിലും 4 എഴുതുക. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭരണഘടനയാണ്. പാർലമെൻ്ററി ജനാധിപത്യം ഉള്ളതാണ്. ദൃഢവും അയവുള്ളതുമാണ്. മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമുണ്ട്. അതുപോലെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഒരു ഫെഡറലിസം ഉണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ എഴുതണം. ഇനി മോക്ഷപ്രാപ്തിയുമായി മഹാവീരൻ മുന്നോട്ട് വെച്ച തത്വങ്ങൾ ഏതെല്ലാം? അവ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ തത്വത്തിൻ്റെ പേരെന്തായിരുന്നു? ത്രിരത്നങ്ങൾ എന്നായിരുന്നു അല്ലേ? എന്തൊക്കെയാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. ഇതാണ് 3 ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി എ കോളത്തിന് അനുയോജ്യമായി ബി കോളം ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് പാട്കായമ്പുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? പൂർവാചൽ കുന്നുകൾ എന്നുള്ളതാണ്. ഇനി നൈനിതാലുമായി ബന്ധപ്പെട്ടത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. ഷിംലയുമായി ബന്ധപ്പെട്ടത് ഹിമാലയമാണ്. മൗണ്ട് കേറ്റു കാശ്മീർ ഹിമാലയമാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ടാവേണ്ടത്. ഇനി 21 നവീന ശിലായുഗത്തിൽ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ജനസംഖ്യാ വർധനവ്, അടുത്തത് സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റങ്ങൾ, അതുപോലെ ഭക്ഷ്യോൽപാദനത്തിൽ വന്ന ലഭ്യതക്കുറവ്, സങ്കീർണമായ സാമൂഹിക സംഘടനം, അതുപോലെ തന്നെ മനുഷ്യാധിഷ്ഠിതമായ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. ഇതൊക്കെയായിരുന്നു പ്രധാന കാരണം. ഇനി അശോകധമ്മ എന്നാൽ എന്ത്? ഇതിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? അശോകധമ്മ എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി കൊണ്ടുവന്ന ആശയമായിരുന്നു. പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത് മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക, മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള ആശയങ്ങൾ. ഇനി 23 ചുവടെ നൽകിയിരിക്കുന്ന ശിലായുഗ കേന്ദ്രങ്ങൾ ഏത് ശിലായുഗങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് തിരിച്ചറിയാനാണ്. ഒന്നാമത്തേത് ഏതാണ്?
ഷാവെ എന്ന് പറയുന്നത് പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് ദൈമാബാദാണ്, താമ്രശിലായുഗവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ജാർമെ എന്നത് നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ടതാണ്.